ഷാർപ്പാണല്ലോ അല്ലേ? അതെ. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുമായിരിക്കും. കേൾക്കണം, കേട്ടേ പറ്റൂ. കുറേ ദിവസമായി ഞാനിതിങ്ങനെ പറയണം എന്ന് വിചാരിച്ചിരിക്കുന്നു. എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു പിടി ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ഇത് ചിലപ്പോൾ 1 മിനിറ്റിലും 2 മിനിറ്റിലും തീരില്ല കേട്ടോ. ചിലപ്പോൾ ഇത് കുറേ നേരം എനിക്ക് പറയാനുണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കുറച്ച് സമയമുള്ളവർ മാത്രം കാണും, അല്ലാത്തവരിത് വിട്ട് ഒഴിവാക്കി പോവുക. കാരണം ഒരുത്തം വെറുതെ കിടന്ന് പോരാതിരുന്ന് വർത്താനം പറയാൻ പോകണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. നമ്മളൊരു 28 വയസ്സിന് ശേഷം, ഒരു ആൺകുട്ടിയുടെ ഒരു 28 to 30 വയസ്സ്, ആ സമയമാണ് ഏറ്റവും വലിയ ക്രൂഷ്യൽ ടൈം എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടുപിടുത്തം. ആ സമയത്തിനുള്ളിൽ നമ്മൾ സെറ്റിലായിരിക്കണം. എങ്ങനെ? നമ്മുടെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചത് ഉണ്ടെങ്കിലേ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഇതായിട്ട് എടുത്തു വെക്കാനുണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം എന്ന് വെച്ചാൽ കാരണവന്മാരെ കുറ്റം പറയല്ലോട്ടോ, അവരെ കൊണ്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഉരുപ്പടിയാണ് നമ്മൾ. നമുക്ക് നല്ലപോലെ തീറ്റി പോറ്റി നമ്മളെ ഇതുവരെ ആക്കി തന്നതും അവർ തന്നെയാണ്. അപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയല്ല. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയണുള്ളൂ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അതുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ പയ്യൻ സെറ്റിൽഡായി, അപ്പുറത്തെ പയ്യൻ്റെ കല്യാണം കഴിഞ്ഞു, അവന് കുട്ടികളായി, അതായി ഇതായി. അവർ ചിലപ്പോൾ അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ചിലപ്പോൾ അവൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയായിട്ട് അവൻ സെറ്റാക്കിയിട്ട് അവൻ കല്യാണം കഴിച്ചതാവാം. അത് വാട്ടെവർ ഇറ്റ്, അത് എന്തോ ആവട്ടെ. അതേപോലെ ജീവിക്കുന്നവരായിരിക്കില്ല പലരും. പല ആളുകളും അങ്ങനെ ജീവിക്കുന്നവരല്ല. പല ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കണ്ട് നടക്കുന്ന കുറേ ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരൊക്കെ കല്യാണം കഴിക്കണം, പെട്ടെന്ന് കല്യാണം കഴിച്ച് സെറ്റിൽഡ് ആവണം, വീട് വെക്കണം, ഇതൊക്കെ കൂടി എല്ലാം കൂടി ഒരാളെ കൊണ്ടുകൊണ്ട് പെട്ടെന്ന് കയറിയിട്ട് നടന്നോളണമെന്നില്ല. അപ്പോൾ അവർ ഓരോരുത്തർ പണിയെടുക്കണം. അപ്പോൾ പണിയെടുത്ത ഒരു സൈഡിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നമ്മളുടെ കയ്യിലുള്ളതും കടം മേടിച്ചതും ഒക്കെ കൂടി കൂട്ടിയിട്ട് നമ്മളൊരു ഒരു ചെറിയ വീട് അല്ലെങ്കിൽ ഒരു വലിയ വീട്, അത് വലിയ സ്വപ്നമാണത്. ഒരാളുടെ വലിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ പുറകെ അവൻ ഓടി ആ വീടൊക്കെ ഒന്ന് സെറ്റാക്കി വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങന്മാരോ അല്ലെങ്കിൽ അളിയന്മാരോ അനിയന്മാരോ അനിയത്തിമാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചാൽ അവരൊക്കെ കൂടെ നല്ല ഹാപ്പി ഇരിക്കുന്ന ഒരു സമയം വരും. ആ സമയം തുടങ്ങുമ്പോഴത്തേനും ഇവൻ്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ ചിങ് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ പോക്കറ്റിൽ ഒരു പിണ്ണാക്കും ഉണ്ടാവില്ല. സത്യം പറഞ്ഞത് ഇങ്ങനെ മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ കീറിയിരിക്കുന്ന അവസ്ഥയാവും. അപ്പോൾ ആ കീറിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരൊന്ന് കരകയറാനുള്ളൊരു സമയമാണ് അവർ പിന്നെ ചോദിക്കുന്ന ഒരു സമയം. അതെന്താ? അവരുടെ ഹാപ്പിനെസ്, അല്ലെങ്കിൽ അവരൊരു വീട്ടിൽ പോകുമ്പോൾ ഒരു സമാധാനം, അല്ലെങ്കിൽ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം, ആ സാധനങ്ങളൊക്കെ അവരുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാർ ആദ്യം ഇടുന്ന ബോംബാണ് ഈ കല്യാണക്കാര്യം. 28, 29, 30, 31, 32, ചിലപ്പോൾ 32 വയസ്സിലൊക്കെ ഓരോരുത്തരും സെറ്റിലാവുള്ളൂ. ചിലപ്പോൾ 30 വയസ്സിൽ സെറ്റിലാവും, ചിലപ്പോൾ 26 വയസ്സിൽ സെറ്റിലാവും. അങ്ങനെ സെറ്റിലാവാത്ത കുറേ ആളുകളുണ്ടാവും. കുറേ ആൾക്കാർക്ക് ലൈഫിൽ കുറേ അച്ചീവ്മെൻറ്റ്, കുറേ ആഗ്രഹങ്ങൾ, കുറേ അച്ചീവ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ പിന്നാലെ ഓടുന്ന കുറേ ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ തഴഞ്ഞു നിർത്തരുത്. അവരൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ടുകൊടുക്കുക. ഓവറായിട്ട് വിടണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് വിട്ടുകൊടുക്കുക. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അച്ഛന്മാർക്കും അമ്മമാർക്കും കുടുംബക്കാർക്കും കുടുംബശ്രീയിലത്തെ ചേച്ചിമാർക്കും തൊഴിലുറപ്പിലത്തെ ചേച്ചിമാർക്കും മാത്രമല്ല ഉള്ളത്. മനസ്സിലായല്ലോ അല്ലേ? എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതേപോലെ. എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും എല്ലാവരും, അപ്പോൾ എന്താ കല്യാണം കഴിക്കാത്ത, എന്താ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നോക്കാത്ത, നിനക്ക് വല്ല ലൈനുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് വല്ല പ്രേമമുണ്ടോ, ഈ സാധനങ്ങളൊക്കെ ചോദിക്കണേ. ഈ സാധനങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെന്താ പറയുക? എൻ്റെ കുഞ്ഞമ്മ നമുക്കൊരു ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇനിയിപ്പോൾ നമുക്കൊരു കോള് വരികയാണ്. നമുക്കൊരു കോള് വന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ മാറി നിന്നിട്ട് നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ കേൾക്കാൻ പറ്റാത്ത സാധനങ്ങളാവും ഇതിൽ നിന്ന് പറയുന്നുണ്ടാവുക. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നിന്ന് കോള് തരാടാമേ, ഈ സാധനം പറയുന്ന ഫ്രണ്ട്സാണ് എനിക്കുള്ളത്, നിങ്ങൾക്കും ഉണ്ടാവുക അല്ലേ?
അപ്പം അതേപോലത്തെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. നമ്മളതിങ്ങനെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചും കളിച്ച് നമ്മളൊരു വടിയൊക്കെ എടുത്ത് ഇങ്ങനെ പുല്ലൊക്കെ ഇങ്ങനെ അടിച്ചിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അയൽവക്കത്തുള്ളവരും അപ്പുറത്തും ഇപ്പുറത്തും കൂടി പോണ ആൾക്കാരൊക്കെ പറയും, ആ ചെക്കന് എന്തുണ്ട് ഉണ്ടേ. അല്ലാതെ ഇപ്പം എന്താ ഇതിനൊക്കെ മറുപടി പറയാ? ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം നമ്മൾ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ലൈനുണ്ട്, അവന് പ്രേമമുണ്ട്, അതാണ് കഥ. ഇനിയിപ്പോൾ അതൊന്നുമല്ല, നമ്മൾ നല്ലപോലെ വെറുതെ നടന്നു കഴിഞ്ഞിട്ട് അവർ പറയും ചെക്കനെ വേറെ എന്തോന്നോ. ഇനി ഇതൊന്നും വേണ്ട. ഒരിക്കൽ ഇതൊരു ചെറിയൊരു കഥയാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഞാനൊരു കല്യാണം എടുക്കാൻ വേണ്ടി കോയമ്പത്തൂർ പോയിട്ട് ഞാൻ റിട്ടേൺ വന്നപ്പോൾ പുലർച്ചെ ഒരു 5 മണിയായി ഞാൻ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ എൻ്റെ വീട് അന്നൊരു ഓടിട്ട് ചെറിയ വീടായിരുന്നു. ഇപ്പോൾ അത്ര വലിയ ബഡാ വീടാണെന്നല്ല, അപ്പോൾ ഒരു ഓടിട്ട് ചെറിയൊരു വീടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഉമ്മറത്ത് ഞാൻ വണ്ടി കൊടുന്ന് നിർത്തി നോക്കുമ്പോൾ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവരെന്തായാലും 5:30 എണീക്കും. അപ്പോൾ ആ അരമണിക്കൂർ നേരത്തെ ഉറക്കം ഞാൻ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ വണ്ടിയിൽ തന്നെ കുറച്ച് നേരം ആ ഡോറിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് താത്തി വെച്ചിട്ട് അതിൽ തന്നെ ഇങ്ങനെ ഒന്ന് മയങ്ങി. പിറ്റത്തെ ദിവസം അവിടുത്തെ ചില ചേച്ചിമാർ, ഇതാരാന്നുള്ളത് നമ്മൾ പറയണ്ടല്ലോ, ചില ഇങ്ങനെ കുത്തിച്ചെരുപ്പ് ഉണ്ടാക്കുന്ന ചില കീടങ്ങളുണ്ടല്ലോ, അവറ്റകൾ പറഞ്ഞു നടന്നത് ബീനയുടെ ചെക്കനെ വീട്ടിലേക്ക് കയറാൻ വയ്യായിട്ട് അവൻ വീടിൻ്റെ മാർത്ത് തന്നെ കിടന്നുറങ്ങിക്കുകയാണ്, വണ്ടിയിൽ തന്നെ കിടന്നേക്കുവാണ്. ഈ എന്താ ഇതിനൊക്കെ പറയാ? അങ്ങനെ പറഞ്ഞു കിടക്കുന്നവരുണ്ട് ഇല്ലേ? ഇതേപോലെ നിങ്ങളവിടെ ഉണ്ട്. നിങ്ങളിപ്പോൾ നാളെ ഒന്നും വേണ്ട, കുറച്ച് ഗ്ലൂക്കോസും പൊടി തന്നെയല്ലേ അതിന് പറയാം. നമ്മൾ സ്പോർട്സിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, അപ്പോൾ ആ സാധനം ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ചുമ്മാ അതിങ്ങനെ നക്കിയേച്ചും വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മീശയുടെ മുകളിൽ ആ പൊടി കണ്ടു കഴിഞ്ഞാൽ നാളെ അവർ പറയും അത് MDMA ആണ്. MDMA പോയിട്ട് MA ബേബി വരാമെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് നമ്മൾ. എനിക്കറിയണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെയാണ് മനസ്സിലായത്. ഇനി ഇതൊരു വിവാദമാക്കരുത്. എന്നിരുന്നാലും എൻ്റെ ഉള്ളിലത്തെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് നേരം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം പറയാനുണ്ട്. കുറേ ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെട്ട് പണ്ടാറടങ്ങിയിരിക്കുന്ന സമയമാവും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു എൻഗേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 4 ലക്ഷം രൂപ വേണ്ടി വരും. വേണ്ടേ? 4-5 ലക്ഷം വേണം. അത് നമ്മളെ കൊണ്ട് ഒരൊറ്റ അടിക്ക് എടുക്കാനുണ്ട് വെച്ചാൽ നമ്മളിപ്പോൾ വേറൊരു ക്യാമറ യൂണിറ്റും വാങ്ങിച്ച് അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ സെറ്റായിട്ട് നമ്മൾ നടക്കണ്ടാവും ഇല്ലേ? ഇവിടെ നമ്മളൊന്ന് സെറ്റിലാവണം. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിച്ചൊരു പെൺകുട്ടീനെ നമ്മളെ വീട്ടിൽ കൊടുന്നു എന്ന് വിചാരിക്കാം. ആ പെൺകുട്ടി അവളുടെ വീട്ടിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നൊരു കുട്ടിയാവും. എല്ലാ ഫെസിലിറ്റികളും കൊടുത്തിട്ട് അച്ഛന്മാർ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് വളർത്തിയും കൊണ്ട് വന്നിരിക്കുന്നത്. ഒരു 19 മുതൽ ഇപ്പോൾ ഒരു 25-26 വയസ്സ് വരെ കെട്ടിക്കാൻ പ്രായമായിട്ടുള്ള കുട്ടികളെ മുഴുവൻ നോക്കി നടത്തുന്ന അച്ഛന്മാർ നല്ല അടിപൊളിയായിട്ടും കൊണ്ടു നടക്കുന്നുണ്ടാവുക അല്ലേ? അവർക്ക് നല്ലപോലെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം. നമ്മളെ കൊണ്ട് കൂടില്ല വെച്ചാൽ അവർ നാളെ പറയില്ല ചേട്ടാ ടാറ്റ ബൈ ബൈ എന്നുള്ളത്. എന്തിനാ വെറുതെ ആ പെൺകൊച്ചിൻ്റെ ജീവിതം കളഞ്ഞ് നമ്മുടെ ജീവിതം കളഞ്ഞിട്ട് എന്തിനാ നശിപ്പിക്കാൻ നിൽക്കുന്നത്? അവർക്കും കുറേ ആഗ്രഹങ്ങളുണ്ടാവും, നമുക്കും കുറേ ആഗ്രഹങ്ങളുണ്ടാവും. എല്ലാവർക്കും കുറച്ച് സമയം കൊടുക്കുക, അവരുടേതായിട്ടുള്ള കുറച്ച് സ്പേസും കൊടുക്കുക. അവരെല്ലാവരും ശരിയാവും, നമ്മളും ശരിയാവും, ഞാനും ശരിയാവും. മനസ്സിലാവുണ്ടല്ലോ എല്ലാവർക്കും? അതായത് ഇതൊക്കെ പിന്നെ എങ്ങനെ പറയാ? ഇത് ആരോടെ പറയാ? ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ഇല്ലല്ല അണക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ അണക്ക് വേറെ പല ചിന്തകളുമാണ്, അല്ലെങ്കിൽ ഈ സിഗ്മയാണ്. ഞാൻ സിഗ്മയും മറ്റേതും മറിച്ചതൊന്നുമല്ല. ഞാനും ഇതേപോലത്തെ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. മനസ്സിലായോ? പിന്നെ അതേപോലെ തന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളൊരു സൈഡിൽ നിന്ന് നമ്മളെല്ലാം കൂടി കെട്ടിച്ചമച്ച് കൊടുന്ന് ഒക്കെ ഇങ്ങനെ സെറ്റാക്കി നമ്മളെല്ലാം കൂടി ഇങ്ങനെ എടുത്തു വരുമ്പോൾ പിന്നെ തുടങ്ങും നമ്മളതിന് വളരെ വേണ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. ഓം ബ്രഹ്മദത്തേ വാചാലമൂർത്തി പ്രചരപ്പരച്ച് പടാറടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാഗ്യം കൊണ്ട് നടക്കുന്ന കുറേ സാധനങ്ങൾ. ചില സമയത്ത് അതൊക്കെ വലിക്കും. നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ടാവുക പടാന്ന് പറഞ്ഞ് താഴത്ത് വീഴും.
അതിലൊന്നും എനിക്ക് വലിയ ഒരു എന്താ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില സമയത്ത് നമ്മളത് വിശ്വസിച്ച് പോകും. കാരണം അമ്മ അതിന് പണിയാണ് കിട്ടുക. 8ന്റെ പണി കിട്ടി നമ്മൾ വട്ടക്കുറ തിരിയുന്ന പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങും, എന്നിട്ടൊരു മൂലയ്ക്ക് വന്നിരിക്കും. അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടോ, ഉണ്ട്. ഈ ബ്ലാക്ക് മാജിക് ഒക്കെ കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഈ ചേച്ചിമാർക്ക് ഇതൊക്കെ അറിയുന്ന സ്ഥലങ്ങളിൽ വെച്ചൊന്ന് പറഞ്ഞു തരാൻ നമ്മൾ അവിടെയൊക്കെ പൊട്ടുവല്ലതും ചെയ്യുക, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. പിന്നെ കൂടെ നിൽക്കാൻ പറ്റുന്ന കുറേ ആളുകളുണ്ടാവും നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടാണ്, അത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ആരാണെങ്കിലും. കൂടെ നിൽക്കാൻ പറ്റുമ്പോൾ നിൽക്കുക. കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അത് ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾ കുതുകാല് കുത്തുക, അല്ലെങ്കിൽ ശത്രുവായിട്ട് നിൽക്കുക. അതല്ല അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മാറി നിൽക്കുക. മനസ്സിലാവണ്ടല്ലോ. അതായത് ഒരാളെ കൂടെ നിന്നിട്ട് ഇങ്ങനെ കുഴി തോണ്ടുന്നേക്കാൾ നല്ലത് നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറയാം. എല്ലാവരെ കുറിച്ചാണ് പറയണത്. ഫ്രണ്ട്സ് ആവാം, എന്താ പറയുക, ഫ്രണ്ട്സ് ആവാം, നമ്മുടെ കാമുകിമാരാവാം. കാമുകിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ബഹുവചനമായി പോയി. അപ്പോൾ അതിൻ്റെ മുകളിൽ പ്രശ്നം പാടില്ല കേട്ടോ. കാമുകി ആവാം, ഭാര്യ ആവാം, അമ്മയാവാം, അച്ഛനാവാം, പെങ്ങളാവാം, അനിയനാവാം, ഏട്ടനാവാം, ഇനിയിപ്പോൾ കുടുംബക്കാരാവാം, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സും ആവാം. നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല വെച്ചാൽ നിങ്ങൾക്ക് പറയാം, എടാ നീ ചെയ്തത് എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ, നീ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കത് പിടിക്കണില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിക്കും. അത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് ഉണ്ട്. അണ്ണാക്കിൽ നാവന്നല്ലേ ഉള്ളത്, പിരിവെട്ടിയിട്ടൊന്നുമില്ലല്ലോ. വാ തുറന്ന് പറയുക നീ ചെയ്ത് ഇഷ്ടമായില്ല എന്നുള്ളത്. കാരണം നിൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാളാണത്. ആ ആൾ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല വെച്ചാൽ നിങ്ങൾ തുറന്ന് പറയണം. ഓക്കെ? അല്ലാതെ അവൻ്റെ കൂടെ അങ്ങനെ നിന്ന് കൊടുത്തിട്ട് ഓക്കെ സെറ്റ്, ഞാൻ നിൻ്റെ കൂടെ എന്തിനുണ്ട്, എല്ലാത്തിനും നിൻ്റെ കൂടെ ഉണ്ട്, നീ അടിപൊളി എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് ആ പരമ നാറി. കുട്ടികളൊക്കെ കേൾക്കുന്നുണ്ട് വെച്ചാൽ ഇതൊന്നും പഠിക്കേണ്ട കേട്ടോ, വൃത്തിയിട്ട വാക്കുകളാണ്, എന്നാലും ഞാൻ അത് പറയണം. ആ വലിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര മോശമാണ്. കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ വേറൊരാൾ മുഖേന നമ്മളത് അറിയും. അതറിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മൾ എത്ര തീർത്താലും തീരാത്ത കുറേ കാര്യങ്ങളാണ്. കൂടെ നിൽക്കാൻ പറ്റുന്നവർ കൂടെ നിൽക്കുക, കുതുകാല് കുത്തുന്നവർ കുത്തിക്കൊണ്ടേയിരിക്കും. ഒരുത്തൻ കഷ്ടപ്പെട്ട് ജീവിച്ച് വരികയാണെന്ന് വെച്ചെങ്കിൽ അവനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുക, അതൊന്ന് മാറി നോർത്തിക്കുക. അവൻ എങ്ങനെയെങ്കിലുമൊക്കെ പൊക്കോളൂ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പൊക്കോളൂ. അതുപോലെ ജീവിച്ചു പോകണ കുറേ ആൾക്കാരുണ്ടാവും. എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലും പൊക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുക. അപ്പം എന്താ ഉണ്ടാവുക, എല്ലാവർക്കും സമാധാനം ഉണ്ടാവും. വെറുതെ കണ്ട് ബാക്കിയുള്ളവരുടെ കുറേ വല വാങ്ങിച്ച് തലയെ കൊടുന്ന് വെച്ച് പണ്ടാറടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പം എനിക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. ഇനിയിപ്പോൾ ഇത് റെക്കോർഡായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. റെക്കോർഡായിട്ടുണ്ട് വെച്ചാൽ ഞാനത് വീഡിയോ ആയിട്ടിടും. അതിന് ശേഷം ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഞാൻ വീഡിയോ ഇടും. എനിക്ക് കുറേ പറയാണ്ട്, ഇത് കുറേ പറഞ്ഞിട്ട് ഇത് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഞാൻ നിർത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്താ അതിന് പറയുക, എല്ലാവർക്കും നന്മ വരട്ടെ, നന്നായിരിക്കട്ടെ. ഓക്കെ, അതൊക്കെ തന്നെ ഉള്ളൂ. നന്നാവണവർ നന്നാവും, പറ്റിക്കണവർ പറ്റിച്ചുകൊണ്ടിരിക്കും. പോയില്ല.